വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുന്നു. 5 സംഘങ്ങളിലായി 210 സൈനികർ സ്ഥലത്തെത്തി. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്ന് നിഫർ നായകളെ എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിലേക്ക് റെട്രോ ട്രക്കുകൾ എത്തിക്കുമെന്ന് സൈന്യം അറിയിച്ചു. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 200 കടന്നു. 218 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 143 മരണങ്ങളാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതിൽ 75 പേരെ തിരിച്ചറിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വയനാട്ടിലേക്ക് എത്തും. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മന്ത്രിമാരുടെ സംഘം നിരന്തരം ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈയിലാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് എത്തുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. വീടിനുള്ളിൽ അകപ്പെട്ടവരെയും പരിക്കേറ്റവരെയും പുറത്തെത്തിക്കുന്നതിനായിരുന്നു ഇന്നലെ പ്രഥമ പരിഗണന. തുടർന്ന് പല മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഉപേക്ഷിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. ഈ പ്രദേശങ്ങളിലാണ് ബുധനാഴ്ച രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ ബുധനാഴ്ചയും രക്ഷാപ്രവർത്തനം തുടരുമ്പോഴും കേരളത്തിന് ആശങ്കയുയർത്തി മരണസംഖ്യയും ഉയരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 200 ആയെന്നാണ് ഏറ്റവും പുതിയ വിവരം. അതേസമയം 79 പുരുഷന്മാരും 64 സ്ത്രീകളും ഉൾപ്പെടെ 143 പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതിൽ 75 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദുരന്ത മേഖലയിൽ നിന്നും രക്ഷപ്പെടുത്തിയ 225 പേരാണ് നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇനിയും 218 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ദുരന്ത മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാണാതായവരുടെ എണ്ണം ഇത്രയേറെ വലുതാണ് എന്നതിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് ആശങ്കയുണ്ട്. രക്ഷാകരം കാത്തുകിടക്കുന്ന മുണ്ടക്കൈയിലെ ആളുകളേക്ക് അതിവേഗം എത്താനുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത്. 4 സംഘങ്ങളായി 150 രക്ഷാപ്രവർത്തകരാണ് ഇന്ന് രാവിലെ മുണ്ടക്കൈയിലെത്തിയത്. എന്നാൽ JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കാൻ സാധിക്കാത്തതിനാൽ വിശദമായ പരിശോധന സാധ്യമല്ല. ഡോഗ് സ്ക്വാഡിനെ അടക്കം പ്രയോജനപ്പെടുത്തി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ തിരയുകയാണ് സംഘം ചെയ്യുന്നത്. താൽക്കാലിക പാലം നിർമ്മിച്ച ശേഷം രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. കരസേനയും വ്യോമസേനയും NDRF, SDRF, പോലീസ്, അഗ്നിരക്ഷാസേന തുടങ്ങിയവരും നിരവധി സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രദേശത്ത് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനാണ് ശ്രമം. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിന്റെ വേദനയും ഞെട്ടലും മാറാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഒരുപാട് പേർ. വേദന നിന്ന ഒരു പകലും രാത്രിയും കടന്നുപോയി. ഒരായുസിലെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട അവർക്ക് മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമാവുകയാണ്. ഇന്നലെ പുഴയിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ അധികം ഒഴുക്കില്ലാത്ത ഭാഗങ്ങളിൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടക്കുകയാണ്.